എത്ര മിനിറ്റുള്ളിൽ വരും പറഞ്ഞു? മറ്റേ ഇറങ്ങി കിട്ടത് ഞാൻ പോകട്ടെ. എവിടെ നീ ഇവിടെ നിക്ക അവള് വന്നിട്ട് നിന്നെ വിടുന്നുള്ളൂ, മനസ്സിലായോ? അവള് വന്നിട്ട് നീ ഒറ്റടുത്തം കാരണം അവളുടെ സ്വഭാവം ചേഞ്ച് ചെയ്ത് റിലേഷൻ ചേഞ്ച്, അവളെല്ലാരും റെസ്പെക്ട് ചെയ്യുന്നതാണ്. നീ അങ്ങ് നിർത്ത്. അല്ല കണ്ടാപ്പി നേരത്തെ സംശയരോഗമായിരുന്നു, ഓക്കെ സമ്മതിച്ചിരുന്നു, എന്റെ തെറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ സംശയരോഗമല്ല, ഇപ്പൊ കറക്റ്റ് ആയി, ഇപ്പൊ സംഭവം ഇതായി. ഇവൻ ഇവിടെ തന്നെ കേട്ടോ, നമുക്ക് നിന്റെ മണ്ടയ്ക്ക് അറിയിക്കാമാ. മാസം കഴിച്ച് ചെയ്യുമ്പോ കണ്ണ പോയല്ലേ, എനിക്കൊരു കാര്യം പറയാല്ലേ. എനിക്കൊരു കാര്യം കൂടെ പറയണ്ടെന്ന് പറഞ്ഞ അവന് ലിപ്ലോക്ക് കണ്ണാ എന്ത് ചെയ്യും കാറ്റണ്ണ? എത്ര പ്രശ്നമായിട്ടേ കണ്ണ മാസടിച്ച് തിരിച്ചു പോകുമ്പോ ലോറ വിളിക്കും, കണ്ണാ പോവല്ലേന്ന് പറഞ്ഞിട്ട് റിക്സിന് ലിപ്ലോക്ക് കൊടുത്ത അവസ്ഥ എന്തായിരിക്കും? എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നും പറയില്ല, നീ തൂങ്ങിപ്പോഴേ. ഞാൻ കാര്യം പറയട്ടെ, അവളിപ്പോ ഞാൻ മറ്റേ സാറാ മേരി കുര്യന്റെ ബീജം വന്നെടുത്തിട്ട് വരാവേ, ഒന്ന് വെയിറ്റ് ചെയ്യ നീ. CAA ക്ലൈമാക്സ് എന്താ CAD മുസ ബീജമോ? എങ്ങനെയാ വന്നത്? അത് കൊള്ളാം. എങ്ങനെയാ വന്നേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ അത് കൊള്ളല്ലേ. ഒന്ന് ചെയ്യട്ടെ, ഡൗൺലോഡ് ചെയ്യട്ടെ. ഈ ലൂപ്പ് ഇന്ന് തുടരൻ്റെ ആവണം. വന്നോ? നമ്മള് വന്നടാ പുണ്ടച്ചോനെ, കാലിന്റെ പോയി കിടക്കുവായിരുന്നു. എവിടെ അവള് വന്നിട്ട്? ഓ വരുന്നുടനെ നേരെ കയറി ഗൺപോയിന്റ് ചെയ്യണം അവളെ. ലാസ്റ്റ് ഇറങ്ങുമ്പോ ഒരു BGM ഇട്ടാ പോരെ? ഡൗൺലോഡ് ചെയ്ത് വെക്കണ്ടേ? ലാസ്റ്റ് ഇറങ്ങുമ്പോള്ള BGM ഞാൻ ഇട്ടോളാന്ന്. കണ്ണാ നീ ലാസ്റ്റ് ഉള്ള BGM നീ ഇടണ്ട, ഞാൻ വേറൊരു കിഡിലെ BGM ഇട്ടോളാം. നടന്നു പോയാൽ മതി, 3 പേരോട് ഒരുമിച്ച്. ഒരുമിച്ച് നടക്കണേ. അവൾ അവൻ്റെ കൂടെ ബൈക്കിൽ കയറി ഇപ്പൊ പോവും. കാണിച്ചാ പിന്നെ എങ്ങനെ ഉമ്മ ഇരുന്നേ? അല്ല ഇപ്പഴേ പോണം. ഹലോ ഗൺപോയിന്റ് ആണേ കൊല്ലുവേ. വണ്ടി തറങ്ങണേ. ഇറങ്ങണേ മര്യാദ. മണിയാ നീ പൊക്കോ നടന്നു നോക്കോ. പിന്നെന്താ യൂബർ കയറ്റി വിടണോ? പോടാ, ഇതെന്റെ ഫാമിലി കാര്യം. വേണ്ട ഒരു വണ്ടി വേണ്ട, നടന്നു നോക്കോ നീ. റിലേഷൻ മൂഞ്ചിച്ചവനോടൊക്കെ കണ്ണൻ ഇങ്ങനെ ഇനി പെരുമാറാൻ അറിയത്തുള്ളൂ. പൊക്കോ നീ. ഇനി എനിക്ക് ദയാദാക്ഷണയൊന്നുമില്ല. എനിക്ക് ദയാദാക്ഷണയൊന്നുമില്ല. ഓക്കെ പൊക്കോ നീ പൊക്കോ. പോടാ നടന്നു പോ.
നീ വാടി. നീ എങ്ങോട്ട് വന്ന് നീങ്ങോ നിന്നോട് പോകാൻ പറഞ്ഞില്ല. നീ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വാ. പേടിയുടെ ആരെങ്കിലും കൈ കണ്ണിരിക്കുന്ന കണ്ടിട്ട് തൂക്കായിരിക്കണേ പണി കഴിഞ്ഞാ എന്താടാ അവന് കൊടുത്തോ കൊടുത്തോ നീ കൊടുത്തു തുടങ്ങിക്കോ ഞാൻ കൂടെ പിടിച്ചോളാം. എന്തെന്ത് കേട്ടില്ല. വണ്ടി എടുത്ത് പോടാ. ആ ബൈക്ക് എടുത്തു പോ. സംസാരിക്കേണ്ട കാര്യമുണ്ടല്ല. റിലേഷൻ മുഞ്ചിച്ചിട്ട് പോയില്ലടാ. കണ്ണനോട് റിലേഷൻ മുഞ്ചിട്ട് പോയില്ല. അപ്പൊ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. വേറെ ആരും ഇല്ലല്ലോ, ലോറ തന്നെയല്ലേ. അപ്പൊ പിന്നെ അപ്പൊ സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാ അല്ലോ നിന്റെ അടുത്ത് ആ ലോക്കൊന്ന് ഇളകി കൊടുത്തേ. ഇരുന്നോ വണ്ടി എടുത്ത് പോടാ. ടയറില്ലാത്ത വണ്ടി കൊണ്ട് നീ പോ. എടാ കണ്ടോല് പോ പോ പോ. ഈ പരിസരത്ത് തന്നെ കാണില്ല. പോടാ. താക്കോലോടൊക്കെ വേണോ? ചോറൂടെ വാരി കൊടുത്തുവിട്. ചോറൂടൊക്കെ വാരി കൊടുത്തുവിട്. ഫുഡും വെള്ളം കൂടെ വാരി കൊടുത്തുവിട്. അതല്ലേ നല്ലത്. അല്ലാറല്ലേ മറ്റേ ഞാൻ പറയുന്നില്ലടാ. പോയി നീ പറ കാര്യം പറ. വിട്ടാണ് വിട്ട് എടാടാ വണ്ടി എടുത്ത് പോടാ. നിന്റെ ആഹാരം ഇതൊന്നും എടുത്ത് പോകാൻ പറ്റില്ല. പോടാ. മൂത്രം കഴിച്ചാലോ? അതിന് നിന്റെ അനുവാദം വേണോ? അവന് മൂത്രമൊഴിക്കണേ പോലെ നിന്റെ അനുവാദം? ആ പിന്നെ വേണ്ടടാ. റിലേഷൻ മുഞ്ചിട്ട് പോയല്ലേടാ അവളെന്നെ. വണ്ടി എടുത്ത് പോവാൻ പറഞ്ഞല്ലോടാ ട്രിക്സേ. ഓ അവന്റെ പോല് അവനെ തീർത്ത് അവനെടുത്ത് പോ. ലീവ് ചെയ്യാൻ പറഞ്ഞിട്ട് കറങ്ങിക്കുന്നത് എന്തിനാ? നമ്മള് ഇവിടെ കണ്ണേം ചെയ്ത് വെച്ചാൽ നിന്റെ അടുത്ത് 100 വട്ടം കണ്ണേം ചെയ്തിട്ട് പറഞ്ഞു പോവാൻ പറഞ്ഞു. പിന്നെ റിലേഷൻ മൂജിച്ചോനെ ഇനി മടി വെച്ച് ഉമ്മ വെക്കാൻ ഞാൻ ഇനി. ഞാൻ നിന്റെ അടുത്ത് മര്യാദ ഭാഷ പറഞ്ഞു. നമ്മൾ നല്ല രീതിയിൽ റിലേഷന് പോവായിരുന്നു. ഓക്കെ, ഞാൻ എന്റെ കുടുംബക്കാരായിട്ടുള്ള പ്രശ്നം സോൾവ് ആക്കാനാണ് നിന്നെ കൊണ്ടുപോയത്. സോൾവ് ആക്കാൻ നിന്നെ കൊണ്ടുപോയി. ഓക്കെ, നീ അലീനായിട്ടുള്ള പ്രശ്നം സോൾവ് ആയില്ല, ബാക്കിയുള്ള ചന്ദ്രനായിട്ടുള്ള പ്രശ്നം സോൾവ് ആയില്ല, കുഴപ്പമില്ല. അതൊക്കെ നീ അതൊരു ലൂപ്പ് സിറ്റുവേഷൻ ആണ്. അത് വിട്ടൊരു കേസുമാണ്. പക്ഷെ ഈ അണ്ണൂന്റെ കേസ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് അത് ചെയ്ത് തെറ്റാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നിന്നെ രണ്ടാമത് ഞാൻ വിളിച്ച് പറയുകയും ചെയ്ത് ലോറ ഈ ചെയ്തത് പക്ക മോശമാണെന്ന് ഞാൻ പറഞ്ഞു. അണ്ണൂന്റെ കേസിൽ അണ്ണൂന്റെ കേസ് ഞാനെന്നല്ല നമ്മുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും ഒരു ഗോഡ് ഫാദർ ആയിട്ട് കാണുന്ന ഒരാളാണ്, ഒരു അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് അണ്ണു. അത് നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ല നിന്റെ കമ്പനി വെച്ചിട്ടില്ല. അത് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഈ സിറ്റിയിൽ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എത്ര പേർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്? അവരാരും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. അവരുടെ അടുത്ത് നിന്ന് അണ്ണു ഇത് പറയാറുണ്ട്, എന്തിനൊക്കെ പറയാറുണ്ട്. സ്റ്റൈപ്പിന്റെ ഗേൾ ഫ്രണ്ട് അടുത്ത് നിന്ന് പറയാറുണ്ട്, ഓരോരുത്തരുടെ അടുത്ത് നിന്ന് പറയാറുണ്ട്. എന്നിട്ട് അവരാരും ഇങ്ങനെ സംസാരിക്കുന്നില്ല. നീ അണ്ണു എന്ത് പറഞ്ഞാലും നീ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിന്നെ കളിയാക്കുവാണ്, നീ ഫുള്ള് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണല്ലോ ലോറ? പിന്നെ അണ്ണുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കേട്ടോണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല, മനസ്സിലായോ? നിന്നെ അവിട്ട് കൊന്നു കത്തിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ റിലേഷൻ ആയിപ്പോയി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊന്നു കത്തിക്കാത്തത്. പഴയ എൻ്റെ സ്വഭാവത്തിനാണെങ്കിൽ ലോറ ഞാൻ അവിട്ട് കൊന്നു കത്തിച്ചത്. എനിക്ക് റിലേഷനും ഇതൊന്നും മറ്റേ ഇത്ര കമ്മിറ്റ്മെന്റ് സാമാനമൊന്നും ഞാൻ വെക്കത്തില്ല. എനിക്ക് എൻ്റെ ഫാമിലി തന്നെയാണ് വരുന്നത്. അത് എന്നും എൻ്റെ ഫാമിലി തന്നെയാണ് എനിക്ക് വരുന്നത്. ഞാൻ ഒന്നും ഇല്ലാതെ നിന്നപ്പോഴത്തേക്ക് അവരേ ഉള്ളായിരുന്നു എൻ്റെ കൂടെ, അല്ലാതെ വേറെ ആരുമല്ല നിന്നത്, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ നിനക്ക് അവിടെ നിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ ഒന്നും പറയാൻ നിന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ലോറ അണ്ണുവിന് റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു സ്ഥാനത്തിലുള്ള ഒരാളാണ് നീ. അണ്ണു ജസ്റ്റ് നിന്റെ അടുത്ത് മാളത്തി ഇറങ്ങിയ ഒരു തമാശക്കാണ് ചോദിക്കുന്നത്. നീ നെഗായിട്ടാണ് അവിടെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് മാത്രം അത് ഫീൽ ചെയ്യെങ്കിൽ കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവരും ഇപ്പൊ നീ ചന്ദ്രു വല്ലതും വന്ന് പറഞ്ഞെങ്കിൽ ചന്ദ്രനെ നീ തിരിച്ചു പറഞ്ഞെങ്കിൽ ഞാൻ ഒന്നും പറയത്തില്ല, കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ ഒരു ബന്ധം. പക്ഷെ അണ്ണു ആ ഒരു ഇത് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അവിടെ ആ റെസ്പെക്ട് നീ കീപ്പ് ചെയ്യണമായിരുന്നു. അത് നീ എന്ത് കീപ്പ് ചെയ്ത്? എടി അങ്ങനെ തമാശക്ക് എടി അങ്ങനല്ല. അണ്ണുവിന്റെ അടുത്ത് അങ്ങനെ തിരിച്ച് നീ അങ്ങനെ കൊണ പോലാണ് പറഞ്ഞത്. നീ തമാശയായിട്ടല്ല പറഞ്ഞത്, നീ കൊണ പോലാണ് അണ്ണുവിന്റെ അടുത്ത് പറഞ്ഞത്. എടി കേട്ടോണ്ട് നീ എനിക്ക് മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞില്ല, കേട്ടോണ്ട് അവിടെ കേട്ടോണ്ടായിരുന്നു 4-5 പേരുണ്ട്. നീ കൊണ പോലാണ് ലോറ പറഞ്ഞത്. ഇതാണ് നിന്റെ അടുത്ത് പറഞ്ഞത്. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് നീ ഇങ്ങനല്ല. അന്ന് നീ ഇത് കഴിഞ്ഞിട്ട് നീ എന്താണ് നീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്? എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇങ്ങനെ വേണേ സഹിച്ചാ മതി, ഇങ്ങനല്ലേ ഇങ്ങനല്ലേ നീ പറഞ്ഞത്? ഇത് നീ പറഞ്ഞു, ഇത് നീ കോൾ ചെയ്തപ്പം പറഞ്ഞാണ്
എടാ ഇവള് കോൾ ചെയ്തിട്ട് പറയണ ഇതെന്റെ ക്യാരക്ടറാണ് ഇങ്ങനെയാണ് എന്നെ സഹിച്ചത് ഇതൊക്കെ എന്താടാ അപ്പൊ കോമഡി ആയിട്ടാ പറഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ അങ്ങനെ പറയുന്നത്? അതും അല്ലടാ അതും അല്ല എനിക്കൊരു ഇമ്പോർട്ടന്റ് ഇല്ലല്ല ഒരു ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് പറയാണ്ടല്ലോ പറ പണ്ട് നിനക്ക് എല്ലാവരും റെസ്പെക്റ്റും എല്ലാം ഉണ്ടായിരുന്നല്ലോ ഈ ട്രിക്സ് വന്ന ട്രിക്സ് വെയിറ്റ് ഞാൻ പറയട്ടെ ട്രിക്സ് വന്നപ്പോഴത്തേക്ക് നീ ഇല്ല ഞാൻ പറയുമല്ലോ ഞാൻ പറഞ്ഞിട്ട് നീ പറ ഞാൻ പറഞ്ഞിട്ട് നീ ഫുള്ള് പറ ഞാൻ പറഞ്ഞിട്ട് ഇല്ല ഞാൻ ഇത് ഫുള്ള് പറഞ്ഞില്ല നീ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കേ ഇല്ലില്ല നീ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കും ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്തുക നിനക്ക് ഇത്ര നാള് ഒരു പ്രശ്നമില്ല റിലേഷന്റെ ബാക്കി സിറ്റിയിലുള്ള എല്ലാവരും റെസ്പെക്റ്റും എടുത്തു എല്ലാം നല്ലത് ഈ ട്രിക്സ് വന്നപ്പോഴത്തേക്ക് നിനക്കുണ്ടായ മാറ്റം ബോബോയ് പറയട്ടല്ലെന്ന് മിനിഞ്ഞാത് പോലും ലാസ്റ്റ് നമ്മൾ റിലേഷൻ സെറ്റ് ആവാൻ കാരണം ട്രിക്സ് അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ട്രിക്സ് വന്നിട്ട് മറ്റേ നിന്റെ അടുത്ത് തിരിച്ച് സിറ്റി വന്നിട്ട് അവന്റെ അവതാരിയല്ല മനസ്സിലായോ അവന്റെ അവതാരിയല്ല എനിക്ക് മറ്റേ റിലേഷൻ കിട്ടിയത് മനസ്സിലായോ അവന്റെ അവതാരിയല്ല നിങ്ങളുടെ റിലേഷനിൽ മൂന്നാമത് ഒരാൾ വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ റിലേഷനിൽ ഏറ്റവും കൂടുതൽ മൂന്നാമത് ഒരാളെ ഇന്റർഫിയർ ചെയ്തത് നീയാണ് മനസ്സിലായോ ഞാനല്ല എന്നെക്കാട്ടി കൂടുതൽ നീയാണ് 24 മണിക്കൂർ ട്രിക്സ് തേൻ കൂട്ടാൻ പോണെങ്കിൽ ട്രിക്സ് ട്രീഡിയം കളിക്കാൻ പോണെങ്കിൽ ട്രിക്സ് നടക്കാൻ പോണെങ്കിൽ ട്രിക്സ് ഇരിക്കാൻ പോണെങ്കിൽ ട്രിക്സ് അപ്പൊ പറയാൻ പറ്റും ട്രിക്സിനെ പരിചയപ്പെട്ടപ്പോൾ നീ എന്താ പറയാ ട്രിക്സിന്റെ റോബറി ഫ്രണ്ട് ആകെ റോബറി അടിക്കാൻ മാത്രമേ അവനെ വിളിക്കത്തുള്ളൂ എല്ലാ റിലേഷനിലും എല്ലാവരും ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാണ് ബോയ് ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മനസ്സിലായി ഒരു ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവന്റെ ജസ്റ്റ് ഒരു ഫ്രണ്ടാ കണ്ടു പരിചയം എന്ന് പറഞ്ഞാണ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നാണ് അത് ബെസ്റ്റിലോട്ട് പോകുന്നത് പിന്നെ ഇവൻ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം വന്നിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇവൻ വരുന്നണം വരെ നിനക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു നിനക്ക് ഇപ്പൊ എങ്ങനെയും എന്നെ കളയണം കളഞ്ഞിട്ട് പോകണം നിനക്ക് എങ്ങനെയും പക്ഷെ നിനക്ക് ചുമ്മാ കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ എന്റെ കുടുംബക്കാരെയൊക്കെ വെറുപ്പിക്കും അതാവുമ്പോ ഞാനായിട്ട് അങ്ങ് ഇട്ടേച്ച് പോയല്ലോ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് മനസ്സിലായി നിനക്ക് ട്രിക്സുമായിട്ട് സെറ്റ് ആവണം അത് തന്നെയാണ് ട്രിക്സുമായിട്ട് എടാ നിനക്ക് തോന്നിയില്ലടാ മണിയാ ഇനി നീ പറ ഇനി നീ നിന്റെ കാര്യം പറ പഴയ അടി ഇടുന്ന മണിയാ പഴയ അടി ഇടുന്ന ഇത് ഈ പ്രശ്നങ്ങൾ ഇനി സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞല്ലേ ഈ പ്രശ്നങ്ങൾ ഇനി സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞ് നമ്മള് അത് സോൾവ് ആയി നന്നായിട്ട് പോയ കാര്യമാണ് ലോറ എനിക്ക് ലെച്ചായിട്ട് ബ്രേക്കപ്പ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എക്സ് മരിച്ചെന്നൊക്കെ പറഞ്ഞ് അതാണ് ട്രിക്സ് സോൾവ് ആക്കി തന്നത് അല്ലല്ല അതെല്ലാം കഴിഞ്ഞ് അവൻ റിലേഷന്റെ ഇടയിൽ നിന്ന് എന്ന് പറയാൻ പറ്റുമോ അവൻ സോൾവ് ആക്കി തരാൻ അവ ആര് നിന്റെ തന്തയോ നിന്റെ അച്ഛനാണോ അവൻ ട്രിക്സ് അവൻ സോൾവ് ആക്കി തരാം നമ്മുടെ ഇടയിലുള്ള പ്രശ്നം പറ നമ്മുടെ ഇടയിലുള്ള പ്രശ്നം അവൻ ആര് ഇന്നലെ വന്നു കയറിയ അവൻ ഒരു മാസം കൊണ്ട് പരിചയമുള്ള അവൻ 4 മാസമായിട്ട് പരിചയമുള്ള എന്നെ തട്ടിക്കളഞ്ഞിട്ട് അവന്റെ വാക്കാണോ നീ കേട്ടെ അവന്റെ വാക്കാണോ നീ കേട്ടത് അവന്റെ വാക്കിനാണോ നീ വില കൂടുതൽ കൊടുത്തത് നാളും നീ കാണിച്ചോണ്ടിരുന്നതോ ഇത്രയും പരിചയമായിരുന്നോ നീ കാണിച്ചോണ്ടിരുന്നതോ കണ്ട പെണ്ണും കണ്ട അടുത്ത് പോയി പറയുന്നതും പിറക്കുന്നതോ ഇല്ല ഈ അടി സോൾവ് ചെയ്താണല്ലോ ലോറ ഈ അടി സോൾവ് ചെയ്താണോ അല്ലയോ ഞാൻ പറയുന്നത് ഈ അടി സോൾവ് ചെയ്താണോ കഴിഞ്ഞു ഓക്കെ ട്രിക്സിനായിരുന്നു പറഞ്ഞു അണ്ണുന്റെ സാർ അങ്ങോട്ട് ആരോട് മിണ്ടരുത് അങ്ങോട്ട് ആരോട് സംസാരിക്കാൻ പറ്റത്തില്ല പിന്നെ എന്തും ഇങ്ങോട്ട് മിണ്ടാൻ വരുന്നേ അങ്ങോട്ട് ഒന്നും പോയി സംസാരിച്ചിട്ടില്ല നീ ഭയങ്കര നെഗറ്റീവായിട്ടാണ് അത് എടുക്കുന്നത് നീ സംസാരിക്കാൻ നോർമലി അല്ല എടി അന്നവിടെ കണ്ടോണ്ടിരുന്ന ഞാനും എല്ലാരും കണ്ടല്ലേ പിന്നെ ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല എടി നീ ഫണ്ണായിട്ട് പറ നീ പക്ഷെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നേ അന്ന് എന്ത് പറഞ്ഞാലും നീ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നേ ചന്ദ്രു ആണേലും അണ്ണു ആണേലും സംസാരിക്കുന്ന എല്ലാ ലോറയ്ക്ക് വേറെ എന്തോ എതിർപ്പും ലോറയോട് എന്തോ ദേഷ്യമുള്ള സംസാരിക്കുന്നവരെയാണ് അതുപോലെ ലോറയുടെ തിരിച്ചുള്ള സംസാരം അങ്ങനെയാണെന്നാണ് പറഞ്ഞത് എനിക്ക് മുതുക്കി നിന്നുള്ള സിറ്റുവേഷൻ നിങ്ങൾ പറ അണ്ണു എന്റെ അച്ഛൻ മാളത്തിലിരിക്കുന്ന പെരിച്ചാരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ മിണ്ടാതെ നിന്ന് നീയും കൂടെ ഇരുന്നിട്ടുള്ള സംസാരത്തെ ഒന്നും പറയാണ്ട് ഇന്ന് പിന്നെ എന്നെ കണ്ടപ്പോ കളിയാക്കി കേട്ടില്ല എന്റെ മാളത്തിരിക്കുന്ന നിന്റെ അച്ഛൻ അതെന്താ എന്റെ അച്ഛന്റെ പെരിച്ചാരിയാണോ എന്നൊക്കെ അണ്ണു ചോദിച്ചു നമ്മൾ അന്ന് ഭയങ്കര ഫണ്ണായിട്ട് ചിരിച്ച് ഒരു പ്രശ്നം ഇല്ലാതെ ഞാനും കൂടെ കളിയാക്കിയാണല്ലോ പക്ഷെ പറഞ്ഞില്ല പെട്ടെന്ന് അണ്ണുന്റെ അടുത്ത് കൊണ പറയുമ്പോഴത്തേക്ക് അണ്ണു കേട്ടോണ്ട് ഞാൻ എടി എനിക്ക് മാത്രം കോണായിട്ട് തോന്നിട്ടുള്ള പ്രശ്നമില്ല അണ്ണുവിന് എനിക്ക് ബാക്കി അവിടെ നിന്ന എലി അലീന ബാക്കി അവിടെ നിന്ന് കുറെ പേർ കോണായിട്ട് തോന്നി ഞാൻ ജോക്കിയായിട്ട് സംസാരിക്കായിരുന്നു അവൻ പറഞ്ഞു ഇന്നലെ എനിക്ക് കിട്ടിയതാ നല്ലോണം കിട്ടിയതാ അതുകൊണ്ട് ഇനി എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അപ്പൊ ഇന്നലെ എന്ത് സംഭവിച്ചത് അണ്ണു ഞാൻ പറയാ
ഇവളും ചന്ദ്രനും അലീനയും എലിയായിട്ട് കുറച്ച് പ്രശ്നങ്ങളായി. ഞാനത് ഞാനപ്പോൾ അവളന്ന് ബ്രേക്കപ്പ് ആയ ദിവസം ഞങ്ങൾ അന്ന് പാച്ചപ്പ് ഞങ്ങളുടെ ഇടയിലെ പ്രശ്നമെല്ലാം തീർത്ത്. അപ്പൊ ഞാൻ ആലോചിച്ചു എന്റെ കുടുംബക്കാരുടെ ഇടയിലെ പ്രശ്നം തീർക്കണമെന്ന് വെച്ചാൽ ഇവളെ കൊണ്ടുപോയി സോൾവ് ആക്കാൻ. അപ്പൊ അണ്ണുവിനെ അറിയാലോ, അണ്ണു വന്നിട്ട് ഇങ്ങനെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അണ്ണു വന്നിട്ട് ആദ്യം ഇവിടെ എടുത്ത് ആ ലോറ എവിടെ സുഖാണോന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞു സുഖം അണ്ണു എന്ന് പറഞ്ഞു. അല്ലല്ല ഫസ്റ്റ് എന്റെ അടുത്ത് സുഖമാണോന്ന് ചോദിച്ചിട്ടാണ് ലോറ അത് ചോദിച്ചത്. സുഖാണോ ചോദിച്ചത് ഫസ്റ്റ് വന്നിട്ട് എന്റെ അടുത്ത് ലോറ സുഖാണോന്ന് ചോദിച്ചത്. ലോറ അമ്പി കളിക്കല്ലേ, സുഖാണോന്ന് ചോദിച്ച് സുഖാണോന്ന് ചോദിച്ച്. എടി ലോറ സുഖാണോന്ന് ചോദിച്ചടി. ചോദിച്ചിട്ടില്ല സുഖാണെന്ന് ചോദിച്ചാൽ സുഖാണെന്ന് ഞാൻ പറഞ്ഞേ. ആ ലോറ മാളത്തിൽ നിന്നൊക്കെ ഇറങ്ങിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അണ്ണി ഇറങ്ങിയോന്ന് ചോദിച്ചു. ഒറ്റ മിനിറ്റ് എനിക്കൊന്ന് കാണണം വെയിറ്റ് എനിക്കൊന്ന് കാണണം. അത് എവിടെ കാണാൻ പറ്റും? ജോക്കിന്ന് അറിയാലോ. അല്ലോ കേക്കാവോ? അപ്പൊ നിന്റെ അടുത്ത് സുഖാണോന്നല്ല, അല്ലല്ല ലോറ സുഖാണോന്നല്ല. നിന്റെ അടുത്ത് ഫസ്റ്റ് വന്നിട്ട് അണ്ണു എവിടെ കാണാനില്ല എന്തോ ചോദിച്ചു അണ്ണു നിന്റെ അടുത്ത്. വന്നിറങ്ങി ആ ലോറ എന്ന് മാളത്തിൽ നിന്ന് ഇറങ്ങി കുടുംബത്തിലും എന്റെ മൂത്ത ചോദിച്ചടാ. കണ്ണനോട് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ സംസാരിക്കാനോ മോശമായിട്ട് പെരുമാറാനോ എടി എന്തോ നിന്റെ അടുത്ത് എന്തോ ആദ്യം ഒന്ന് ചോദിച്ചു. എന്നോട് വന്നിട്ട് മാളത്തിൽ നിന്ന് ഇറങ്ങിയോ എന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചു പറഞ്ഞു അണ്ണു ഇറങ്ങിയോ എന്ന് ചോദിച്ചു. ഇല്ലടാ അണ്ണു എന്ത് ചോദിച്ചടാ. അണ്ണുവിനോട് മിണ്ടരുത്, അങ്ങനെ മിണ്ടല് തിരിച്ചറിയരുത്. അണ്ണു എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. അല്ല എന്നിട്ട് അണ്ണു ചോദിച്ചു മാളത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ പറയാ ഇല്ല മാളത്തിൽ നിന്ന് ഇറങ്ങിയില്ല, എന്തോ അണ്ണു മാളത്തിൽ നിന്ന് ഇറങ്ങിയോന്ന് ചോദിച്ചു. ഡയലോഗ് പറഞ്ഞില്ല അണ്ണു ഇറങ്ങിയോന്ന് ഞാൻ ചോദിച്ചു. അത്രേ ചോദിച്ചോളൂ. മാളത്തിൽ നിന്ന് ഇറങ്ങിയില്ല, ഇല്ലാത്ത ഡയലോഗ് കൂടെ കൂട്ടി കുഴക്കല്ലേ അങ്ങോട്ടെ. അതെ ഇപ്പൊ ജോക്കി പറഞ്ഞ അവന് എന്താ പറഞ്ഞത് പിടിച്ചില്ലല്ലോ, അന്തരാണല്ലോ പറഞ്ഞത്. കുട്ടി വിചാരിക്കപ്പെട്ട ഇപ്പം കണ്ണാപ്പിയുടെ ഇതായിട്ട് നീ നിക്കുന്നോണ്ടാണ് ഇപ്പൊ നമ്മളെല്ലാരും നിന്റെ അടുത്ത് നല്ലപോലെ സംസാരിക്കാൻ മനസ്സിലായില്ലേ. ഇപ്പൊ ജോക്കി ആണെങ്കിൽ നിന്റെ അടുത്ത് ഒന്ന് കോമഡി ഒക്കെ സംസാരിക്കുന്നെങ്കിൽ അത് കണ്ണാപ്പിയായിട്ടുള്ള ഇതുള്ളതുകൊണ്ട് മാത്രം മനസ്സിലായ. ഓക്കെ ഇങ്ങോട്ട് കോമഡി പറയുമ്പോ അങ്ങോട്ട് തിരിച്ചു പറയണത് കോമഡി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ എന്ത് പറയാനാ മിണ്ടാണ്ടിരിക്കാനോ അത് നീ പറയുന്നത് കോമഡി ആയിട്ട് നീ പറയുന്നത് കോമഡി ആവാത്തോണ്ടല്ലേ അണ്ണു എപ്പോ ഇറങ്ങിയെന്നാണോ ചോദിച്ചത്. എന്റെ ടോൺ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതില് മോശമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ലാന്ന് എനിക്ക് നന്നായിട്ട് ബോധമുണ്ട്. പക്ഷെ നീ പറഞ്ഞത് ആ രീതിയിലോട്ടാണ് പോയത്. അപ്പൊ എന്താ പറയേണ്ടത്? പിന്നെ അവിടെ മിണ്ടാണ്ടിരിക്കണായിരുന്നോ? അല്ല നീ പറഞ്ഞ ടോൺ സംസാരിച്ചു കഴിഞ്ഞപ്പോ ലോറയുടെ ടോൺ റോങ് ആയിട്ട് സംസാരിക്കുന്ന പോലത്തെ ടോൺ ഫസ്റ്റ് ഗണ്ണ് എടുത്തിട്ട് റോങ് ആയത്. ഞാൻ അവിടെ ഒന്ന് റോങ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ അവിടെ റോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ലോറ. എന്ന് വെച്ച് കഴിഞ്ഞാ നീ എന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കേറിയാലല്ലേ ഇറങ്ങത്തുള്ളൂ അങ്ങനെ പറയുന്നുണ്ട്. നീ തമാശയായിട്ട് തോന്നിയെങ്കിലും അത് ടോൺ അവിടെ ചേഞ്ച് ആവുന്ന അവിടെ നിന്റെ ടോൺ ചേഞ്ച്. നീ തമാശയായിട്ട് എങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇത്ര നന്നായിട്ട് അറിഞ്ഞൂടെ? പോട്ടെ ബാക്കിയുള്ളവർക്ക് അറിഞ്ഞൂടെ? നീ അണ്ണും ചന്ദ്രനും എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നേ. പോട്ടെ ചന്ദ്രന്റെ തന്തയ്ക്ക് വിളിച്ച കേസ് അത് നീ ഒന്ന് ആലോചിച്ചേ. വിളിച്ചതോ റേഡിയോ കയറിയിട്ട് സൗണ്ട് മാറ്റിയിട്ട് എന്നെ കാട്ടവരാതി വിളിക്കേണ്ട ആവശ്യം എന്താ? അത് ഞാൻ തന്നെ ബോധമുണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാ പറയണേ ഞാൻ റേഡിയോ കേട്ടിട്ട് വിളിച്ച ഞാനാണ്, എന്നെ മനസ്സിലാക്കിയില്ലെന്ന്. ഈ സൗണ്ട് മാറ്റുന്ന ആളെ കണ്ടുപിടിക്കാതിരിക്കാനല്ലേ? ഇനി എന്തിനാ ഞാൻ സൗണ്ട് വെച്ചാൽ ഇതിപ്പോ രണ്ടാമത് ചന്ദ്രനെന്ന് അറിഞ്ഞിട്ട് നീ തന്തയ്ക്ക് വിളിച്ചെന്തോ ഇല്ലേ? രണ്ടാമത് ഏത് തന്തയില്ലാത്ത എന്നെ തെറി വിളിച്ചു പറഞ്ഞപ്പോ എന്നോട് എടുത്തു പോയാ പറഞ്ഞത് തന്തയില്ലാത്തവളെ അങ്ങനെ വിളിക്കത്തോളൂ എന്ന് പറഞ്ഞേ. എന്നെ തന്തയില്ലാത്തവളെ ഡയറക്റ്റ് വിളിക്കുന്നത് എന്തിനാ? അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞാലും നീ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് ലോറ. അതാണ് പറഞ്ഞത്. എന്റെ കുടുംബക്കാർ എന്ത് പറഞ്ഞാലും അവരൊക്കെ ചന്ദ്രു തമാശക്കാണോ നിന്റെ അടുത്ത് പറഞ്ഞേ? സീരിയസ് ആയോ? പക്ഷെ നീ പറഞ്ഞ ടോൺ വ്യത്യാസമുണ്ട്. നീ പണ്ടിങ്ങനല്ല പറയുന്നേ. നീ തിരിച്ചു പറഞ്ഞോ? നീ പറയുന്നേ അല്ല നിനക്ക് എന്നെ അറിയാം. എനിക്ക് നിന്നെ നല്ലപോലെ അറിയാം. എനിക്ക് നിന്നെ നല്ലപോലെ അറിയാം. നീ സീരിയസ് ആയിട്ടാണ് തന്തയ്ക്ക് വിളിക്കാറ്. എടി തമാശ രീതി വിളിക്ക്. നീ സീരിയസ് ആയിട്ടാണ് തന്തയ്ക്ക് വിളിക്കുന്നത്. എടി നിന്റെ ടോൺ തമാശയാണ്. നീ എന്ത് നെഗറ്റിവിറ്റി ആയിട്ടാണ് എടുക്കുന്നത്? എടി നീ ഹലോ എന്തുവാ കണ്ണപ്പി പ്രശ്നം? പ്രശ്നം എന്താ വെച്ചാലാണ് മറ്റോ ഒന്ന് നല്ല രീതിയിൽ കൊടുക്കണോ മറ്റേ അന്നത്തെ
ഞാനേ അറിയാതെ നിന്റെ നമ്പറാന്ന് പറഞ്ഞ് ആ കൊച്ചിനെ വിളിച്ചു കേട്ടോ. ആ ആണല്ലേ. മോനെ എവിടെ നിക്കുന്നടാ? ഞാനിവിടെ സ്റ്റാഫ് സിറ്റി. സ്റ്റാഫ് സിറ്റി. ആ സ്റ്റാഫ് സിറ്റി. പോസ്റ്റർ കോഡ് എന്ന് പറയൂ. 3034. കേട്ടോ. അണ്ണു വരുന്നോ? ആ വരാം. 3034. 3034. ജോണി തന്നെയാണ്. ഹലോ ഇവന്മാർ രണ്ടുപേരും കൂടെ ഇരുന്ന് അലച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. വാരണ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവള് പറയുമ്പോഴത്തേക്ക് തിരിച്ച് ഇവള് പറയുമ്പോഴത്തേക്ക് തിരിച്ച് പറയുന്നതല്ല വാറ്റണ്ണ പ്രശ്നം. മനസ്സിലായോ? ഇവളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ടോണാണ് പ്രശ്നം. അവളെ വിചാരിക്കുന്ന ഇങ്ങോട്ട് തമാശ പറയുമ്പോ എനിക്ക് തിരിച്ചു പറയാൻ പറ്റും. അത് പറഞ്ഞോ, പക്ഷെ ടോൺ എന്തിനാ? അത് ദേഷ്യത്തെ ടോണിൽ എന്തിനാക്കുന്നേ? അത് മാത്രം അവള് ഒരു കാര്യം ചെയ്യുന്നുള്ളൂ. ഇവള് അണ്ണുവിനോട് സംസാരിച്ചിട്ടുണ്ട്, ചന്ദ്രുവിനോട് സംസാരിച്ചിട്ടുണ്ട്, എല്ലാരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ലോറയുടെ ടോൺ എങ്ങനെയാന്ന് അറിയാം. അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്നിട്ട് വേറെ ഒരു രീതി സംസാരിച്ച് അത് കൊണാന്നർത്ഥം. അപ്പൊ തമാശ രീതി തിരിച്ചു പറഞ്ഞ 3 സിറ്റുവേഷന് അപ്പൊ നീ സംസാരിച്ചിട്ടുണ്ടല്ലോ, നീ സംസാരിക്കുന്ന രീതി വേറെയല്ലേ? എടാ അപ്പത്തെ ആ 3 സിറ്റുവേഷനിലും അണ്ണുവിനോട് മര്യാദയ്ക്ക് തന്നെ സംസാരിച്ചിട്ടുള്ളേ. ലാസ്റ്റത്തെ സിറ്റുവേഷനിലും ഞാൻ ഇങ്ങനെ വന്നിട്ട് അണ്ണു വെച്ചപ്പോ അണ്ണു നീ കൊണയായിട്ട് ചോദിക്കാൻ ഞാൻ അവിടെ ഇരുന്ന് ഒച്ചിട്ട് ഇങ്ങനെ അല്ലല്ലോ ഞാൻ ചോദിച്ചത്. നോർമലി അണ്ണു ഇറങ്ങിയായിരുന്നോ? അതല്ലേ ചോദിച്ചോളൂ. നീ ഇപ്പൊ സംസാരിച്ച നോർമലി അണ്ണു ഇറങ്ങിയെന്നുള്ള രീതിയിലല്ല നീ ചോദിക്കുന്നത്. ഇനി ഞാനവിടെ വ്യക്തമായിട്ട് കേട്ടോണ്ടിരുന്ന ഒരാളാണ്. വ്യക്തമായിട്ട് ഇങ്ങോട്ട് തമാശ പറഞ്ഞാലും നിനക്കും അങ്ങോട്ട് തമാശ പറയാനുള്ള എല്ലാ ഇതും ഉണ്ട്. നീ പറയുന്ന ടോൺ ശരിയല്ലായിരുന്നു. അതുകൊണ്ട് മനസ്സിലായി. ഞാൻ ഇങ്ങനെ തന്നെ എല്ലാവരും സംസാരിക്കാറ്. ഗൺപോയിന്റ് ചെയ്ത് കൊറേ നേരമായിട്ട് നീ ഇവിടെ തന്നെ കറങ്ങി തെണ്ടി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് അടിച്ചിട്ട് നീ പോ, നീ വണ്ടി എടുത്തു ഇല്ല നീ ഒന്നുകൂടെ അടിച്ചിടുമ്പോ ഓടാ. അവൻ വന്ന് കൊണക്കുന്നു പോവേ, അവൻ വന്ന് കൊണക്കുന്നു കേട്ടാ. ഇല്ല കൊടുത്തു അവന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അവനെ തല്ലും, അവന് ഗ്യാങ് ഉണ്ട്, അവന്മാരെ തല്ലും. ഇതിനു മുന്നേ നിന്നെ വിളിച്ചത് സംസാരിച്ചാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ സിറ്റുവേഷനിൽ ഇനി വീണ്ടും പിടിച്ച് വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇല്ല ഇത് വഴക്കുണ്ടാക്കുന്നില്ല, ഇത് ക്ലിയർ ചെയ്യണം. ലോറ ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ നീ എന്ന് കേറുക. ആ കുടുംബത്തിൽ ഇപ്പൊ ഇങ്ങനെ വരും. ആ കുടുംബത്തിൽ അവിടെ അച്ഛനുണ്ട്, അവിടെ എന്താണ് ബാക്കിയുള്ള കുറെ പേരുണ്ട്. അവിടുത്തെ ഇപ്പൊ പഴയ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാണ്. ഇപ്പൊ അവിടുത്തെ ഒരു അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അവരുടെ ഒക്കെ ഒരു ജോക്സ് അറിയാലോ. അപ്പം അച്ഛൻ ഒരു ജോക്ക് അടിക്കുമ്പോഴത്തേക്ക് അച്ഛൻ തന്തയില്ലാത്തവൻ ഇങ്ങനെയൊക്കെ നീ കയറി വിളിക്കും അച്ഛനെ. തിരിച്ച് കൊണ പറയോ? അല്ല, ഒരു വന്ന് കയറുന്നേ, നീ ഒരു വീട്ടിൽ ചെന്ന് കയറുക. ഈ ഒരു വീട്ടിൽ നീ എന്ന് കയറുക, ഒരു മരുമോളായിട്ട് നീ വീട്ടിൽ ചെന്ന് കയറുക. അവിടെ നീ അച്ഛൻ എന്തെങ്കിലും ഒരു തമാശ പറയുമ്പോഴത്തേക്ക് അത് സീരിയസ് ആയിട്ട് അച്ഛൻ്റെ അടുത്ത് ഇപ്പൊ അച്ഛൻ അല്ലല്ല പോട്ടെ, ആ വീട്ടിൽ ചെന്ന് അച്ഛൻ ഇങ്ങനെ പറയാ എന്നിറങ്ങി മാളത്തിൽ നിന്നിറങ്ങി അച്ഛൻ പറയുക. അപ്പം അച്ഛൻ എന്താണ്, അപ്പം നീ തിരിച്ചു പറയോ? ഞാൻ ഇറങ്ങിയില്ല അച്ഛൻ ഇറങ്ങുമ്പോ ഞാൻ പറയാം എന്നൊക്കെ നീ തിരിച്ചു പറയുമോ? ഒരിക്കലും ഒരു പെണ്ണ് പറയത്തില്ല. ഒരു ഇല്ല ഡയലോഗ് എന്താ നീ ഡയലോഗ് കറക്റ്റ് പറഞ്ഞു. അല്ല ഞാൻ ഒരു ഉപമ പറഞ്ഞാ കറക്റ്റ് ഡയലോഗ് പറഞ്ഞാണ്. എന്റെ പേര് ജിത്തു ജോസഫ് എന്നല്ല, മനസ്സിലായോ? ഞാൻ ദൃശ്യം 3 എടുത്തോണ്ടെന്നല്ല, മനസ്സിലായോ? അല്ല അതിന് കൺവേർട്ട് ചെയ്യല്ല. ഞാൻ ആ ഒരു കാര്യം പറഞ്ഞ സിനാരിയോ പറഞ്ഞെന്ന്. ഞാൻ ഉപമ പറഞ്ഞാണ്. ഉപമയ്ക്ക് എന്തിനാണ് കറക്റ്റ് ഡയലോഗ് പറഞ്ഞേ? ഉപമ എന്നാ ഡയലോഗ് കൃത്യമായിട്ട് പറഞ്ഞേ. അല്ലല്ല കൃത്യമായിട്ട് ഡയലോഗ് എന്ന് പറഞ്ഞേ. രാജമൗലി അപ്പൊ അണ്ണു എന്ത് പറഞ്ഞു? ബാക്കി ഫുള്ള് പറ. ഡയലോഗ് അറിയുന്നല്ലേ? രാജമൗലി സംസാരിക്കും കറക്റ്റ് പറ. അതുകൊണ്ട് അണ്ണ ഇറങ്ങിയിട്ട് കുറെ നാളായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാളത്തിൽ നിന്ന് ഇറങ്ങാൻ, ഞാൻ മാളത്തിൽ നിന്ന് കേറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് എനിക്ക് കൊണയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാനത് ഫണ്ണായിട്ട് തന്നെ പറഞ്ഞോളൂ. പക്ഷെ നീ അത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് നീ സംസാരിച്ച അണ്ണന്റെ അടുത്ത്. അതൊക്കെ നിങ്ങളെ തോന്നി മാത്രം. എനിക്ക് ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് തോന്നിയ കുഴപ്പമില്ല. അവിടെ നിന്ന് എല്ലാവർക്കും തോന്നി. അതെന്താ? നിന്നവർക്ക് തോന്നിയവരോട് എനിക്ക് തെറ്റി പറയാൻ അറിയത്തില്ല. കാരണം ഞാൻ ഇതുവരെ അതാണ് അപ്പൊ കൊണ പറഞ്ഞെന്ന് പറ. നീ അണ്ണന്റെ അടുത്ത് കൊണ തന്നെ പറഞ്ഞെന്ന് പറ. ഹലോ ജോണിയാമൻ, ഒന്നിങ്ങോട്ടോ
കണ്ണാപ്പിക്ക് വന്നേ. പറ പറ. ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലടാ. എടാ ഇത് കൂടെ സംസാരിച്ചിട്ട് ഇവ കാര്യമില്ല. അവളുടെ മനസ്സിൽ ഇപ്പൊ അവളുടെ മനസ്സിൽ മാത്രം ഡയലോഗ് എന്താ? സഹറാ മേരി കുര്യൻ. ആ ഓക്കെ. അല്ല നീ ഇങ്ങനെ അങ്ങനെ പറയണ്ട. അല്ലല്ല അത് പറയണ്ട, ഇങ്ങനെ പറഞ്ഞാ മതി. എനിക്ക് മറ്റേ സൈഡ് പിടിച്ചു. എനിക്ക് ഇഷ്ടായിരുന്നു, പക്ഷെ നീ ആ ഇഷ്ടം കാണാണ്ട് പോയി. ആ ഒരു തോന്നുന്നുണ്ട്, ആ സൈഡ് പിടിച്ചു. എന്റെ ഒരു മാസം ലാസ്റ്റ് നീ ഒരു മാസം ഇടിച്ചിട്ട് ബീജെ ഞാൻ ഇട്ടോളാം. അവള് ഹലോ 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 ഫോണൊന്നും തട്ടിയാണേ, അവിടെ വെക്കണേ. എനിക്ക് സിറ്റുവേഷൻ കൊണ്ടുപോകാനും സംസാരിക്കാനും താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് തീർന്ന്. അയ്യോ അയ്യോ അങ്ങനെ പറയല്ലേ. അയ്യോ നമുക്ക് റിലേഷൻഷിപ്പ് അങ്ങ് വേണമല്ലോടാ മണിയാ. അയ്യോ ട്രിക്സിന്റെ പെണ്ണിനെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ വിഷമല്ലേ. ഗൺപോയിന്റാണേ ലോറ, ഗൺപോയിന്റാണേ. ഭയങ്കര എലിയെടുത്തൊക്കെ വലിയ വായത്താളോ അല്ലേ. എലിയെടുത്തൊക്കെ വലിയ വായത്തുള്ള ദോസ്റ്റ് കാണിക്കുമ്പോ റിക്കേഡ് ഫിയർ ഒക്കെ കാണിക്കണം. എന്ത് പറ്റി ഇപ്പൊ ഫിയറില്ലേ ലോറ? അല്ലല്ല കൈവക്ക് അവിടേക്ക് നീ അവിടെ നിൽക്കി. ഈ കേസിൽ സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇതിന് അന്ത്യം കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആ പിന്നെ അതല്ലടാ ആളിയാ, മറ്റേ എലിയെടുത്തൊക്കെ വലിയ റൂൾസ് പോയി പഠിപ്പിക്കല്ലായിരുന്നോടാ ആളിയാ. വലിയ റൂൾസ് പഠിപ്പിക്കാനല്ലേ. ഞാൻ എല്ലാ സിറ്റുവേഷനിലും നിന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിക്കലോറ. ഇവിടെ നിക്ക് ഇവിടെ നിക്ക്. എനിക്ക് ഇവിടെ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആ പറയാനുള്ള പറഞ്ഞിട്ട് പോവാനാ. പോയെ ഇങ്ങനെ. ആ മറ്റേ സാധനം ഉണ്ടല്ലോ പറയുമ്പോ വരുവോ എങ്ങനെയാണ്? നീ പറഞ്ഞ അവസാനിച്ച് അതല്ല, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നിന്റെ സാധനം ഉണ്ട് ബിജിഎം. ആ ബിജിഎം ഉണ്ട്. ആ ഓക്കെ. ഹലോ ഇല്ലണ്ടോ ഇത് ആള് മനസ്സിലായോ? സമ്മതിക്കുന്നില്ല. ഇവനെ ഞാൻ കൊല്ലും. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലടാ പോവാൻ. വണ്ടി എടുത്ത് പോടാ. ആ അവളെ വിടില്ല. ഇല്ലണ്ടോ കൊണായിരുന്നു ഇവനങ്ങ് ബെസ്റ്റ് എന്ന് പറഞ്ഞേ. പോടാ വണ്ടി എടുത്ത് പോടാ. ട്രിക്സെ വണ്ടി എടുത്തു. ഇല്ല ഇവിടെ വീണ്ടും അടിച്ചു കൊല്ലും നിന്നെ. വണ്ടി എടുത്ത് പോടാ. മാറിക്കോടാ. പോടാ വണ്ടി എടുത്ത് പോടാ. ഞാൻ ഇറങ്ങാൻ ഭാഗത്ത് കേറിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കൊണയാണ്. ഡിസ്റെസ്പെക്ട് ചെയ്ത് അണ്ണുവിനോട് മിണ്ടി അണ്ണുവിനോട് മിണ്ടരുത്. അതിനുവേണ്ടിട്ട് എന്നെ കളയണം. അതൊക്കെയാണ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നീ തന്നെയല്ലേ വല്ലവണേ പറഞ്ഞിട്ടുള്ളത്. അതാവൻ വന്നപ്പോ മാറിയെന്നാണ് ഇപ്പൊ പറഞ്ഞേ. ആയിക്കോട്ടെ, ഞങ്ങളെ റിലേഷൻ ആവാതിരിക്കോ, അത് ഞങ്ങളുടെ കാര്യങ്ങളല്ലേ. ഇപ്പോഴാണ് കറക്റ്റ് ഓർത്തുന്നത് മണിയോ. സ്ഥിരം പിള്ളേരുടെ അവസാനത്തെ ഡയലോഗ്. ഈ ഡയലോഗിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അപ്പൊ ലോറ എനിക്ക് ഇത്ര പറയാനുള്ളൂ ലോറ. എന്റെ ലൈക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് എന്റെ ഫാമിലിയിലെ അല്ല പറയട്ടെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഈ സ്നേഹം എന്റെ ഫാമിലിയിലെ മെമ്പേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. അത് എസ്പെഷ്യലി ഗോഡ് ഫാദർ. ഒരു ഫാമിലിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോഡ് ഫാദർ തന്നെയാണ്. ആ മൂവി കണ്ടവർക്ക് വരെ അറിയാം ഗോഡ് ഫാദറിന് കൊടുക്കേണ്ട വാല്യൂ എന്താന്ന് അറിയാം. ഗോഡ് ഫാദറിന്റെ നമ്മളെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് ഗോഡ് ഫാദറിനെ. അപ്പം എന്റെ ഗോഡ് ഫാദറിനെ പറഞ്ഞ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട. ഇത്രേ ഉള്ളൂ. എനിക്ക് വേണ്ട. നിങ്ങളെ നിക്ക് രണ്ടുപേരും കൂടെ ബാത്റൂം ഫ്രെയിമിലോട്ട് ആഡ് ചെയ്തേരെ. അതെന്താ ബിജെപിന്റെ ലാസ്റ്റ് ഗോഡ് ഫാദർ മൂവി കണ്ടിട്ടില്ല? എന്റെ മനസ്സിൽ വിറ്റോ കൊർലിയോണെയാണ് അണ്ണു അപ്പൊ വന്നത്. കേരളത്തിലെ പിള്ളേരെ അറിയത്തില്ല വിറ്റോ കൊർലിയോണെ. പിന്നെ നീ ആനപ്പാറ അച്ഛമ്മ അതാണോ വിചാരിച്ച ഗോഡ് ഫാദർ? അതല്ല, ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച അണ്ണു വിറ്റോ കൊർലിയോണോ ആയിട്ടാണ്.
എടാ ബോബോയ് നിനക്കൊന്നും പറയടാ ആരപ്പാടാ അച്ഛനെയാ ആലപ്പാറ അച്ചാമേട്ടാണ് വിചാരിച്ചത് അണ്ണൂനെ. 500 ജോണിയാമിനെ ഗോഡ് ഫാദറിൽ 500 ഞാൻ വിറ്റോ കൊർലിയോണ എടുത്തിച്ചത്. മൈക്കിൾ കൊർലിയോണയുടെ മുത്തച്ഛൻ.